ഹലോ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബുല്യൻ നോട്ട് ഫ്ലവർ ആണ്. ബുല്യൻ നോട്ട് സ്റ്റിച്ച് ഉണ്ട്, അത് ഞാൻ ചെയ്യാൻ നോക്കിയതാണ്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അതുകൊണ്ട് അത് വെച്ച് തന്നെ ഒരു ഫ്ലവർ ചെയ്ത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡ്രസ്സിൽ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പിക്ചർ വരച്ചെടുക്കണം. അതായത് സെൻറ്ററിൽ ഒരു നോട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനനുസരിച്ച് ലൈന് വരച്ചു കൊടുക്കുക. ഇത്രയും തിക്ക് ലൈന് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഗ്യാപ്പിട്ട് ലൈന് വരച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു ലൈനിൻ്റെ മുകളിൽ ടോപ്പ് ഭാഗത്തോട്ട് സൂചി കുത്തി പുറത്തോട്ട് എടുത്തതിന് ശേഷം നേരെ ആ പോയിന്റിലോട്ട് കുത്തി സൂചി വീണ്ടും ആ ടോപ്പ് ഭാഗത്തോട്ട് നമ്മൾ ആദ്യം കുത്തിയില്ലയോ അവിടെ തന്നെ കുത്തി എടുത്ത് വെച്ച് സൂചി പുറത്തോട്ട് വലിക്കാതെ അവിടെ തന്നെ വെച്ചിരുന്നതിന് ശേഷം സൂചിയിലോട്ട് ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന നൂല് ലെഫ്റ്റ് ഭാഗത്തൂടെ തന്നെ നമ്മളൊരു 10 പ്രാവശ്യം റൗണ്ട് ചെയ്ത് കൊടുക്കണം. റൗണ്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കട്ടിക്ക്, അതായത് ടൈറ്റായിട്ട് റൗണ്ട് ചെയ്ത് കൊടുക്കാണ്ട് കുറച്ച് ലൂസിന് റൗണ്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് വലിച്ചെടുത്തിട്ട് നേരെ പോയിന്റിന്റെ ഭാഗത്തോട്ട് വന്ന് നന്നായിട്ട് നൂല് വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരു സ്റ്റിച്ച് ക്ലിയർ ആവും. എന്നിട്ട് ആ പോയിന്റിൽ തന്നെ കുത്തി താഴോട്ട് വലിച്ചു വിടുമ്പോഴത്തേക്കും ഒരു സ്റ്റിച്ച് നമുക്ക് ക്രിയേറ്റ് ആയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ മൊത്തം റിപ്പീറ്റ് ചെയ്ത് ചെയ്താൽ മതി. കാണാൻ നല്ല രസമായിരിക്കും. ഞാനിതിപ്പോൾ ബ്ലാക്കിൽ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ വൈറ്റ് ക്ലോത്ത് ആയതുകൊണ്ട് ബ്ലാക്കിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഇറച്ച് കാണിക്കുമല്ലോ എന്നുദ്ദേശിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചുരിദാറിലും സാരിയിലും അതല്ല ബ്ലൗസിലും ഇനി ഷോളിലും അങ്ങനെ എല്ലാത്തിലും നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുന്നത് തന്നെ. ഓൾമോസ്റ്റ് എല്ലാ എംബ്രോയിഡറി സ്റ്റിച്ചേഴ്സും നമുക്ക് അങ്ങനെയൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഞാൻ എടുത്ത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു മൈൻഡിൽ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ വരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനത് എടുത്തു പറയുന്നത്. ഇത് ചെയ്യാൻ കുറച്ച് പാടെന്നല്ല, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാ സ്റ്റിച്ചും ട്രൈ ചെയ്ത് നോക്കണം. പഠിച്ച് നിങ്ങൾ നല്ലൊരു എംബ്രോയിഡറി ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. മറ്റുള്ളവർക്ക് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും സ്വന്തം ഡ്രസ്സിൽ വർക്ക് ചെയ്യാനായിട്ടെങ്കിൽ നിങ്ങൾ ആപ്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ച് തരുന്നത്. എന്നിട്ട് ഞാൻ അതിൻ്റെ സെൻറ്ററിലോട്ട് ഒരു ബീഡും കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ റെഡ് കളർ ബീഡാണ് വയ്ക്കുന്നത്, എനിക്ക് വൈറ്റ് കളർ ബീഡ് കിട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇരിക്കുന്നത് വലിയ ബീഡായതുകൊണ്ടാണ് ഞാൻ റെഡ് കളർ ബീഡ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല രസമില്ലയോ കാണാനായിട്ട്? സത്യത്തിൽ ഈ സ്റ്റിച്ച് കാണാനായിട്ട് ഒരു കുഞ്ഞു പുഴുവിൻ്റെ സ്റ്റിച്ച് പോലെയാണ് കേട്ടോ ഇരിക്കുന്നത് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെയാണ് ഫീൽ ആയത്. പക്ഷേ ഇത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ.